എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സ്വിറ്റ്സർലൻഡിലാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിനടുത്തൊക്കെ ബായ് പറഞ്ഞിട്ട് ഞാൻ ബ്രസീലിലേക്ക് പോവാണ്. ബ്രസീലിലെ ലാസ്റ്റ് ഇയർ ഞാൻ വിസ എല്ലാം എടുത്തിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് സൂറിക്കിലാണ് ഉള്ളത്. സൂറിക്കിൽ നിന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. എന്താ ടാപ്പ് പോർച്ചുഗലോ അങ്ങനെ എന്തോ ഒരു ഫ്ലൈറ്റാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് കണ്ടു, അതെടുത്തു. എയർ പോർച്ചുഗലോ അങ്ങനെ എന്തോ ആണ് ഫ്ലൈറ്റിൻ്റെ പേര്. ഇവിടുന്ന് ലിസ്ബൺ പോർച്ചുഗൽ പോയിട്ട് അവിടെ ഒരു 3 hours ലേ ഓവർ ഉണ്ട്. ഇവിടുന്ന് 1 hour ഉണ്ട് പോർച്ചുഗലിലേക്ക്. പിന്നെ അവിടെ 3 hours ലേ ഓവർ. അവിടുന്ന് പിന്നെ 10 hours ഉണ്ട് പോർച്ചുഗൽ ടു ബ്രസീലിൽ ഞാൻ സാംപൗലോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. ആദ്യം റെസീഫെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായി. പിന്നെ റീസ്കെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ സാംപൗലോയിലേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നാളെ ഇന്ന് 28-ാം തീയതി, മെയ് 28-ാം തീയതിയാണ്. പക്ഷേ 29-ാം തീയതി മോർണിംഗിലാണ് ഞാൻ എത്തുള്ളൂ. ലൈക്ക് അവിടുത്തെ ടൈം ഇന്ത്യയായിട്ട് കുറേ ഡിഫറൻസ് ഉണ്ട് ഇവിടുത്തെ ആയിട്ടും. അപ്പം ഞാൻ 29-ാം തീയതി മോർണിംഗ് 5:45 ആണ് ബ്രസീലിൽ ഞാൻ എത്തുന്നത്. സോ ഞാൻ ഓൺലൈനിൽ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറട്ടെ. ബോർഡിംഗ് പാസിന് പ്രിൻ്റ് എടുക്കണമെന്നും അറിയില്ല. ഫ്ലൈറ്റ് ഒരു 32 minutes ലേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. എയർ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് ഇനി പോർച്ചുഗൽ പോയിട്ട് ലിസ്ബണിൽ പോയിട്ട് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. അവിടെ നിന്ന് വേണം എനിക്ക് പോകാനായിട്ട്. ഐ എം സോ എക്സൈറ്റഡ്. ബ്രസീൽ എന്തോ പോവാണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ അറിയാം. എൻ്റെ എക്സ്പീരിയൻസ് ആണ് എന്നെ സ്പെഷ്യലാക്കുക. അവിടെ എത്തിയിട്ട് എക്സ്പീരിയൻസ് നോക്കാം. എന്തായാലും ഒരുപാട് ടൈം എടുക്കും. ഇനി അവിടെ എത്തിയിട്ട് അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്കൂറൊക്കെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് വേണം ബ്രസീൽ എത്താൻ വേണ്ടിയിട്ട്. ടൈം ഡിഫറൻസ് ഒരുപാടായിരിക്കും. അപ്പോൾ ഉറങ്ങാൻ പാടായിരിക്കും. കുറേ ജെറ്റ് ലാഗും പ്രശ്നങ്ങളൊക്കെ ഇനി വരും. ഒന്ന് സെറ്റായി വരണോ ടൈമിങ് കാര്യങ്ങളെല്ലാം. ഫൈനലി നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ബ്രസീലിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ബ്രസീൽ. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിലെല്ലാം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ എന്നെ ഒരു മലയാളി പിക്ക് ചെയ്യാൻ വന്ന് അങ്ങനെ നേരെ ഞാൻ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. സാംപൗലോയില് ഒരു ചെറിയൊരു സിറ്റി, ചെറിയ സിറ്റിയിലെ വലിയ സിറ്റിയിലാണ് ഉള്ളത്. സോ അതേ പുള്ളിക്കാരാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. ഹായ്, നമസ്കാരം. പേര്? ഷിബു. നാട്ടില്? കണ്ണൂരാണ്. ഓക്കെ. ബ്രസീലുകാരനാണ് ഇപ്പൊ സത്യം പറഞ്ഞ. കാരണം 22 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്, ബ്രസീലാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ ആളായി അല്ലെ. പോർച്ചുഗീസ് എല്ലാം കംപ്ലീറ്റ്. അതെ, പാസ്പോർട്ടും അതാണല്ലേ. യെസ്, പാസ്പോർട്ടും ബ്രസീലാണ്. അപ്പൊ എന്തായാലും ബ്രസീലുകാരനെ പോലെ ആണ്. പക്ഷെ ഫുഡെല്ലാം നമ്മളെ കേരള സ്റ്റൈല്. എനിക്ക് ഫുഡെല്ലാം ഉണ്ടായി തന്ന്. എല്ലും കപ്പ അല്ലേ. ആക്ച്വലി കണ്ണൂരിന്ന് പഴയ കോട്ടയത്ത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് അല്ലേ. കാരണം സ്ലാങ് ഒരു കോട്ടയം പാലാവിന്ന് മലബാറിലേക്ക് കുടിയേറിയ ആൾക്കാരാണല്ലോ. വല്യപ്പന്റെ പപ്പായുടെ ചാച്ചന്റെ കാരണം സ്ലാങ് ഭയങ്കര ഡിഫറെന്റ്. നോർമൽ കണ്ണൂരുള്ള സ്ലാങ് അല്ല. അതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി. ഇത് കോട്ടയത്ത് മെയിൻ അല്ലേ? ഇത് അവിടെ മെയിൻ. പണ്ടൊക്കെ നാട്ടില് വീട്ടില് പന്തല് കെട്ടുമായിരുന്നല്ലോ. അപ്പൊ അവര് കല്യാണ തലേ ദിവസമാണ് കപ്പയും നേരത്തെ വരുമല്ലോ. ഓക്കെ. പിന്നെ അതെ, ഇവിടെ വേറൊരു മലയാളി ഉണ്ട്. അപ്പൊ ആൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോ കൊടുന്ന് ഉണക്കിയെടുത്ത മറ്റേ മാങ്ങ അച്ചാറും അതും ഇതൂടെ കഴിക്കുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാണ്. സോ ഞാൻ ഉറുഗ്വായിന്റെ വിസ എടുക്കാൻ വേണ്ടി എംബസിയിലേക്ക് പോവാണ്. കിട്ടൂല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കിയൊക്കെ പോയിട്ട് ഞാനും പുള്ളിക്കാരനും കൂടാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഓരോ ചൈന സ്റ്റോർ ഇതൊക്കെയാണ് കാണുന്നത്. പിന്നെ വേൾഡ് കപ്പ് ഒക്കെ സ്റ്റാർട്ടായില്ലേ, ആവാനായില്ലേ. അതുകൊണ്ട് ബ്രസീലിൻ്റെ സംഭവങ്ങൾ നോക്ക്. ഒരുപാട് ആൾക്കാർ ബ്രസീൽ എന്ന് പറയുമ്പോഴേ ലൈക്ക് എല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് ഫുട്ബോൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണോ മൊത്തം കൊടി, അതിൻ്റെ കുറേ സാധനങ്ങളാണ്. നോക്കി, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ. PP, മറ്റത് മറിച്ചത്, ജേഴ്സി അങ്ങനെ എല്ലാം ഉണ്ട്. ജേഴ്സി എനിക്ക് മേടിക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി മെസ്സിനെ എനിക്കിഷ്ടം, അർജന്റീന അതൊക്കെയാണ്. പക്ഷെ എന്നാലും ബ്രസീൽ ട്രാവലിങ് ആളുകൾ മൊത്തത്തിൽ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി ഞാൻ വരണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് വരാനുള്ള ഒരു ടൈം ആയത്. കാരണം വിസ വരെ എടുത്തിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഈ വർഷമാണ് എനിക്കിപ്പോൾ ടൈം ആയത്. സോ നടന്നാണ് പോകുന്നത്. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കാണ്. രാവിലെ നമുക്ക് ഒരു 1.5 മണിക്കൂർ എടുത്തല്ലേ. രാവിലെ 6:30, 6:15 ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി. എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് 6:30 നമ്മൾ കാറ് കയറിയിട്ട് 8 മണി കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്. 1.5 മണിക്കൂർ എടുത്തു. ഒരുപാട് ദൂരമല്ല, പക്ഷെ നല്ല ട്രാഫിക്. അതുകൊണ്ട് നല്ല ടൈം എടുത്തിട്ടുണ്ടായി. ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു ഇവിടെ മലയാളീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ വേറെ മലയാളീസ് എല്ലാം ഒരുപാട് പേരുണ്ടോ?
ഇതിപ്പോ ഏറ്റവും വലിയ സിറ്റി അല്ലേ ഈ ബ്രസീലിലെ? അതെ അതെ, ബ്രസീലിലെ ലോകത്തിന് 4ാമത്തെ 5ാമത്തെ വലിയ സിറ്റിയാണ്, മെട്രോപോളിസ് സിറ്റിയാണ്. അപ്പത്തേനും ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മലയാളികൾ ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ദൂരമുണ്ട്, ഭയങ്കര ദൂരം. 8 മണിക്കൂറും അരമണിക്കൂറും ഡിഫറൻസ് ഉണ്ട്. 8.5 മണിക്കൂർ നമ്മള് പുറകിലാണ്. ഇപ്പൊ ഇവിടെ പകലല്ലേ, അവിടെ രാത്രിയായി ഓൾറെഡി നാട്ടില്. പിന്നെന്ന് പറഞ്ഞാല് ഇവിടെ ഭാഷ വേറെ പഠിക്കണം, അതുകൊണ്ട് പിന്നെ പോർച്ചുഗീസ് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ വളരെ. അമേരിക്ക യൂറോപ്പ് പോകുന്ന പോലെ സാലറി വലുതില്ല. ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന മലയാളികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സിറ്റിയിൽ എത്ര പേരുണ്ട്? ഈ സിറ്റിയിൽ എനിക്കൊന്ന് 6-7 മലയാളികളേ ഉള്ളൂ മൊത്തം. ഒന്നാലോചിക്ക്, ഇത്രയും വലിയ സിറ്റിയാണ്, ബട്ട് സ്റ്റിൽ അത്രയും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടോട്ടൽ ബ്രസീൽ തന്നെ ഒരു 150 മലയാളി, 150-200 മലയാളികളൊക്കെ കാണുള്ളൂ മാക്സിമം. എന്ന് വെച്ചാൽ മൊത്തം ഇന്ത്യന്റെ 2 ഇരട്ടി വലിപ്പമില്ലേ, വലിപ്പമുണ്ട് ബ്രസീൽ. എന്നിട്ട് 2.5 ഇരട്ടി വലിപ്പമുണ്ട്. പിന്നെ പോപ്പുലേഷൻ ആണ് 5-1 ഉള്ളൂ. പോപ്പുലേഷൻ കുറവാണ്. പിന്നെ കൂടുതലും മലയാളികളായിട്ടുള്ളത് ഇന്ത്യൻ അച്ഛന്മാരാണ് ടൂറിസ്റ്റായിട്ട് വരുന്നവര്. അവരിങ്ങനെ പള്ളിയില് മിഷണറീസ് കാത്തലിക് പാലാ രൂപതയെന്നും തൃശ്ശൂർ രൂപതയെന്നൊക്കെ അച്ഛന്മാരായിട്ട് മിഷണറീസ് ആയിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന അച്ഛന്മാര്. അവരെനിക്കൊന്നും ഒരു 10-40 പേരോളം ഉണ്ട്. പകുതി ഒരു 40 വർഷം മുമ്പ് വന്നവരാ അവരൊക്കെ. പിന്നെ വരുന്നവർ ഐ ടി ഫീൽഡിൽ വരുന്ന ടാറ്റ, വിപ്രോ, നമ്മുടെ ഇവരുടെയൊക്കെ ഇൻഫോസിസ്, ഈ കമ്പനിയിൽ നിന്നൊക്കെ ഉള്ള IT ആൾക്കാർ വരും. പക്ഷെ അവരൊരു ഷോർട്ട് പീരീഡിൽ മാത്രം നിന്നിട്ട് തിരിച്ചു പോകുന്നവരാ. നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്കത് എന്തോ സംഭവം കണ്ടത് എന്താണ്? ഇതൊരു നമ്മുടെ ഇൻസെൻസ്, നമ്മുടെ സാമ്പ്രാണിത്തിരി പോലെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അർജന്റീനയിൽ നിന്ന് ഇവിടെ ഒരു അവന്റെ ഒരു നല്ല ലൈഫ് നോക്കുന്നതാണ്. കൊറേ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ? അത് മറ്റേ വലിക്കുന്ന സാധനം. ഓ, ഇതെന്താ വലിക്കുന്ന സാധനോ? ഇതെന്താ പല പല കളറിൽ കാണുന്നു? ചന്ദനത്തിരിയാ? കഞ്ചാവ് മാത്രമോ വേറെ എന്തെങ്കിലും സിഗരറ്റ് ഉണ്ടോ? എന്ത് വലിക്കുന്ന? ഓക്കെ, നമ്മള് വന്നപ്പോ എല്ലാരും വന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോ എല്ലാരും ശ്രദ്ധിച്ച്. ഈ മരം എന്താ സ്മെല്ല് വരുന്ന മര? അവ കത്തിച്ച് വെച്ചിട്ട് സ്മെൽസ് ഗുഡ്. നിങ്ങള് പോർച്ചുഗീസിനോട് പറഞ്ഞെനിക്ക് മനസ്സിലാവൂല. നമ്മുടെ സാൻഡലില്ലേ, സാൻഡലാണ് പറയുന്നത്. അതിന്റെ പേരാണ്, മരത്തിന്റെ പേരാണ്. കൊറേ കളറ് ഡിഫറൻറ്റ് സ്മെല്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻസെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പ്രാണി തിരികളാണ്. അതൊക്കെ കളർ കളർ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ? വീട്ടില് ജസ്റ്റ് വെക്കുന്നല്ലേ ഫ്രാഗ്രൻസിന്? അവൻ ഉണ്ടാക്കുന്നതാണല്ലേ? ഓക്കെ. ഓറഞ്ച്, പിന്നെ സാൻഡില്, പിന്നെ ഇത് വിമേന്താന്ന് പറഞ്ഞ മുളക്, അതാണ് ഈ കത്തിക്കുന്ന സാധനം. അതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നല്ലേ? ഫാമിലി എനിക്ക് മനസ്സിലാവണല്ലോ. അവൻ പറഞ്ഞത് നിങ്ങൾ പോർച്ചുഗീസിൽ എക്സ്പ്ലെയിൻ ചെയ്യല്ലേ? ഇന്ത്യയിലുള്ള സാധനമല്ല, ഒരേ ഫാമിലി പെട്ട മരമാണ്. പക്ഷേ ഇവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലെ ഡിഫറെന്റ് ആണ്. ഇത് കോണിന്റെ ഇത് വെച്ച് പൂ ഉണ്ടാക്കിയല്ലേ? ചിത്രം പെയിന്റ് എല്ലാം അടിച്ചിട്ട്. വാവ്, ഇത് കോണിന്റെ സംഭവിച്ചു. അടിപൊളി, കൊള്ളാട്ടാ. ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ മോസ്റ്റ്ലി വലിയ സിറ്റിയാണ് കണ്ട. ഇവിടെ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും വലിയ വലിയ ബിൽഡിങ്സ് ആണ്. ഇവിടെ മെട്രോയിലാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നത്, കാരണം ഒടുക്കത്തെ ട്രാഫിക്കാണ്. അപ്പോൾ മെട്രോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാഫിക് ഇല്ലാണ്ട് ഓരോ സ്ഥലത്ത് എത്താം. ഈ കാണുന്നത് നോക്ക്, മെക്ഡൊണാൾഡ്സ് ആണ്. പക്ഷെ മെക്ഡൊണാൾഡ്സ് എന്ന് എവിടെ എഴുതിയിട്ടില്ല, ഒരു എമ്മിന്റെ എംബ്ലം മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ. അതിൽ എഴുതിയിരിക്കുന്നത് മെക്കി 1000 അല്ലേ? അപ്പൊ അത് പോർച്ചുഗീസിൽ പറയുന്നത് ഏമിയാണ്. എം എന്ന് പറഞ്ഞ ഉച്ചാരണം, കെ എന്നുള്ള സൗണ്ടാണ്. അപ്പൊ മേക്കി, MC എന്നുള്ളതിന് അവര് മേക്കി എന്ന് പറയുന്നത്. മേക്കി. ഇവിടെ എല്ലാം ഡിഫറെന്റാ, പഠിക്കാൻ പാടാ. നമുക്ക് നല്ല രസമുണ്ട് കളർ. ആ ഫ്ലാഗിന്റെ എല്ലാം മൊത്തം കളറൊക്കെ ആയിട്ട് അടിപൊളി ബിൽഡിങ്. ഞാൻ ഉറുഗ്വായിന്റെ എംബസിയിൽ പോയി, പക്ഷെ അവര് പറയുന്നത് 30 to 45 days എടുക്കുന്നാണ് പറയുന്നത്.
ഈവൻ ഇവിടുന്ന് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞാൽ പോലും എനിക്ക് വേറെ കൺട്രിയിൽ പോയിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ ആകെ അർജന്റീനയും ഉറുഗ്വായും പരഗ്വായും മാത്രമേ ഇപ്പോൾ പോകാത്തുള്ളൂ. ബാക്കി കൊളംബിയയും ചിലിയും ബൊളീവിയയും പെറു ഒക്കെ ഓൾറെഡി പോയതാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്രയും ദിവസം ഇവിടെ നിൽക്കാൻ പാടാണ്. ഇനി ഫ്യൂച്ചറിൽ അന്റാർട്ടിക്ക പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഉറുഗ്വായി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ബ്രസീലിൽ നിന്ന് മേ ബി നേരെ അർജന്റീനയ്ക്ക് പോകാനായിരിക്കും പ്ലാൻ. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ബ്രസീൽ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. നമുക്ക് ഒറ്റ പ്രാവശ്യം വന്നിട്ട് പിന്നെയും കാണാൻ പറ്റില്ല. എനിക്ക് 5 വർഷത്തെ വിസ ഉണ്ട്. അപ്പോൾ ഇനിയും വന്നിട്ട് വേറെ സൈഡ് കാണാം, അങ്ങനെ കാണാൻ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഇന്ത്യൻസിന് ആക്ച്വലി ഫ്രീ വിസയാണ്. പക്ഷെ വിസ എടുക്കും, വിസയ്ക്ക് പ്രോസസ്സിംഗ് ഉണ്ട്, ടൈം എടുക്കും, അതാണ് ടാസ്ക്. സാൻ പൗലോയുള്ളൊരു സെൻട്രൽ പാർക്കാണ്. പക്ഷെ തിക്ക് ഫോറസ്റ്റ് പോലെ തോന്നില്ല. ഇതുപോലത്തെ ഒരു പാർക്ക് ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ഇത്രയും തിക്ക് ഫോറസ്റ്റ്. നോക്ക്, ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞിട്ട് ഇതൊരു പാർക്കാന്ന് തോന്നുന്നുണ്ടാ. ഫുൾ ഫോറസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ലൈക്ക് മുന്നേ ഈ സിറ്റി വരുന്നതിന് മുന്നേ മൊത്തം ഈ കാട് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്, ഡോഗ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഏരിയ മാത്രം തൊട്ടപ്പുറം ഫുൾ വലിയ ബിൽഡിങ്സും വലിയ സിറ്റി അല്ലേ. പക്ഷെ അതിന്റെ ഉള്ളില് ഇവിടെ എത്തിയപ്പോ പെട്ടെന്ന് പീസ്ഫുള്ളായി, ഭയങ്കര പീസ്ഫുള്ള്. ട്രാഫിക്കും പരിപാടികളും കെട്ടിടങ്ങളൊക്കെ മാറി അടിപൊളി ഫീല്. എന്താ പറയാ, എന്തെങ്കിലും സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോ അത് ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിന്റെ സ്ട്രെസ് മാറി ഇങ്ങോട്ട് വന്നാൽ മതി. കണ്ടോ, ഓ ഇതിന്റെ അടിയിൽ കൂടെ ഇത് പോകുന്നുണ്ട്. വേറെ റോഡ് ഉണ്ടല്ലേ ഇവിടെ. പിന്നെ ഒരു പ്രത്യേക തണുപ്പ്, മരം ഉള്ളതുകൊണ്ടാണ്. ശരിക്കും ആമസോൺ മരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അറ്റ്ലാന്റിക് വനത്തിൽപ്പെട്ട മരങ്ങളാണ്. ഓ, കൊറേ ഡിഫറെന്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെയാണ് അല്ലേ കാണുന്നത്. ഈ ഒരു പാർക്ക് മാത്രമല്ല, ഇവിടെ നിന്ന് വേറെ തൊട്ടപ്പുറം വലിയൊരു പാർക്കുണ്ട്, സൈക്ലിങ്ങും പിള്ളേർ കളിക്കാനുള്ള ഏരിയ. ഇത് ചെറിയ ഏരിയ ആണ്, ഇത് ഒരുപാട് ദൂരമില്ല. കാരണം അവർ കുറച്ച് ഏരിയ മാത്രമേ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. കണ്ടാ, ഫുൾ ചുറ്റും കാടാ. നോക്കി, ഇൻട്രസ്റ്റിങ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. കണ്ടാ, ഫുൾ ആ ഒരു സിറ്റിന്റെ നടുവിലും കൂടെ ആയതുകൊണ്ടാണ്. ഇവിടെ സിം എടുക്കാൻ വേണ്ടി ഒരു മോളിൽ വന്നേക്കാണ് കേട്ടോ. പുറത്തൊന്നും കടയിലൊന്നും അങ്ങനെ സിം അവൈലബിൾ അല്ല. ഞാനിതാ കയ്യിലിടാൻ വേണ്ടിയിട്ട് പുതിയ സ്കള്ളിന്റെ ഇവിടുന്ന് തുടങ്ങുവാണ്. അപ്പൊ തുടങ്ങാണ് ഇവിടുന്ന് മൊത്തത്തില്. കാരണം യൂറോപ്പിലൊന്നും പോയപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒന്നും മേടിക്കാൻ റേസ് ഉണ്ടായിരുന്നില്ല. ബ്രസീലിൽ എത്തിയപ്പോ എനിക്ക് മേടിക്കാൻ തുടങ്ങി. എന്റെ ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ട്രിപ്പ് പോകുമ്പോൾ കയ്യില് ഇത് സ്റ്റാർട്ടിംഗ് ആണ്. നാട്ടില് പഴയതെല്ലാം കൊണ്ടുവച്ച് ഇനി പുതിയത് ഓരോ സ്ഥലത്ത് മേടിച്ചിട്ട് നിറയ്ക്കും. അതാണ് പരിപാടി. ഇവിടെ നോക്ക്, വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. ഇതെന്താ പറയുക, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ കാണാൻ. ഇത് ആമസോൺ കാട്ടിലെ പക്ഷികളെ കൊന്നിട്ടായിരിക്കില്ല ചിലപ്പോ. പെറുക്കുന്നതായിരിക്കാം ചിലപ്പോ. കൊന്നിട്ട് അവിടെ നിന്നില്ലട്ടോ. ആനന്റെ കൊമ്പ എന്നൊക്കെ പറയും. പക്ഷെ ആനന്റെ കൊമ്പ കണ്ടോ, എന്ത് ബ്യൂട്ടിഫുള്ളാ. ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. കമ്മല് അങ്ങനത്തെ ഒന്നും ഞാൻ ഇടൂല. പക്ഷെ വെറൈറ്റി ഒരു സാധനം ഞാൻ കാണിച്ചുതരാം. നമ്മളെ നാട്ടിലെ പാദസരം. ഇവിടെ പെമ്പിള്ളേർ ഒരെണ്ണേ ഇടുള്ളൂ. അപ്പൊ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ട് കൊടുന്നാന്ന് പറഞ്ഞു. കൊറേ കല്ലിന്റെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. ഇവിടെ ഗണപതി, നോക്ക്, ഗണപതി ഉണ്ട് ഇവിടെ. കൊറേ കല്ലുകള്, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. നോക്ക്, ഡിഫറെന്റ് ആയിട്ടുള്ള പല കല്ലുകളാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതും അതെ, ഭയങ്കര ക്യൂട്ട് സാധനം. എന്ത് രസമെല്ലാം കാണാൻ. നല്ല വെയിറ്റ് ആട്ടോ. ഇത് കല്ല, നല്ല രീതിയിലുള്ള വലിയ കല്ലാണ്. ഇവിടെയൊക്കെ നോക്ക്, കൊറേ വെറൈറ്റി. ഇതിന്റെ തന്നെ ചെറുതെല്ലാം ഉണ്ട്. തിളങ്ങുന്ന കല്ല്, പലതരത്തിലുള്ള മോതിരങ്ങള്. ഓ, എന്ത് രസാന്നറിയോ. എല്ലാം ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങളാണേ. അടിപൊളി. നമ്മളിവിടെ ഒരു സാധനം കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഈ ഒരു സാധനം ഞാൻ മുന്നേ കുടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അസായി. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആമസോൺ വനത്തിൽ വരുന്ന ഒരു നാട്ടിലെ പന പോലത്തെ ഒരു മരമാണ്. കുരുന്ന് എടുക്കുന്ന അതിന്റെ കുരുവിന്റെ തൊലി മാത്രം അസായി എന്ന് പറയുന്നത് ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഇരുമ്പിന്റെ ഇതുണ്ട്. ഓക്കെ, കുടിച്ചു നോക്കട്ടെ കേട്ടോ അത് എന്താണ് ടേസ്റ്റ് എന്നുള്ളത്. ചെറുതായിട്ടൊരു മുന്തിരിങ്ങയുടെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് എവിടെയോ. പിന്നെന്താ, മനസ്സിലാവണില്ല പറയാൻ. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. അത് വേറെ നമ്മുടെ നാട്ടിലെ ഒരു ഫുഡായിട്ട് ഒരു സിമിലാരിറ്റി ഇല്ല. അതുകൊണ്ട് എനിക്ക്
പിന്നെ ടേസ്റ്റ് ചെറിയൊരു ചമർപ്പുണ്ട്, ചെറിയൊരു മധുരം. അത് ഷുഗർ ഇട്ടുകൊണ്ടായിരിക്കും മധുരമുണ്ട്. പക്ഷെ കൊള്ളാം. ഹലോ, ഞാൻ 2 ദിവസമായിട്ട് ഫുള്ള് റെസ്റ്റ് എടുത്തു, എങ്ങോട്ടും പോയില്ല. എൻ്റെ കാലില് അന്ന് നേപ്പാളിൽ നിന്ന് വീണ ആ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ നഖം പോകുന്നുമില്ല, പോവാറായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ നല്ല പെയിന്, നടക്കുമ്പോഴാണെങ്കിലും ഒടുക്കത്തെ പെയിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ യൂറോപ്പിലുണ്ടായിരുന്നപ്പോൾ കണ്ടിന്യൂസ്ലി ഓട്ടോ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും റെസ്റ്റ് എടുക്കാമെന്നുള്ളത്. സോ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു സെംപോളോയിൽ തന്നെ ഒരു പാർക്കിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് ഫുൾ ഓടിക്കുക. ഇവിടെ നല്ല രസമാണ്. കുറേ പേര് സ്കേറ്റിങ് ചെയ്യുന്നുണ്ട്, ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഡോഗ്സിനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നടക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. സ്കേറ്റിംഗ് ബോർഡ് എനിക്ക് പിന്നെ യൂസ് ചെയ്യാൻ അറിയില്ല, അപ്പോൾ സൈക്കിൾ ഓടിക്കാമെന്ന് വെച്ചു. ഇവിടെ മൊത്തം ഇങ്ങനെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് സൈക്കിൾ എടുക്കാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാവരും ഇവിടെ വന്നിട്ട് സൈക്കിൾ എടുത്ത് തന്നെ പോകുന്നു. ഷിബു പുള്ളിക്കാരനും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ ചെയ്യാൻ വേണ്ടി പോവാണേ. ഇവിടത്തെ സൈക്കിൾ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. 1 hour അങ്ങനെയാണ് എടുക്കുക നമ്മള്. ഇവിടെ ഡോഗിനൊക്കെ വെച്ച ആൾക്കാർ ഓടി നോക്ക്. എന്താ ഒരു കൈ പിടിച്ചിട്ടാണ് ഫോണിൽ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ സൈക്കിൾ ഓടിക്കും, ഡോഗ്സിനായിട്ട് ഓടും കേട്ടോ. അടിപൊളി. ഇന്ന് സൺഡേ ആണ്, സൺഡേ കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഫുൾ ക്രൗഡാണ്. ഇത് വേറെ വണ്ടി, ഫാമിലിക്ക് പോകാൻ പറ്റിയ വണ്ടിയാണ്. കുറേ വണ്ടികൾ, കുറേ ഡോഗ്സ്. വാവ്, ഭയങ്കര അടിപൊളി. ഇതുണ്ട് അവിടെ കുറേ ടർഫ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ പിന്നെന്താ വോളി, എന്താണ് ടെന്നീസ്, മറ്റത് മറിച്ചത്, ബാഡ്മിൻ്റൺ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിത് ഭയങ്കര വലുത്, തീരൂല. അതെ അവിടെ ജിമ്മ്, അവിടെ മറ്റേ പുള്ളപ്പ്, പുഷപ്പ് അതൊക്കെ എടുക്കാനും മറ്റേ ഇതുണ്ടല്ലോ, ഓരോ സംഭവങ്ങളില്ലേ, അതിൻ്റെയൊക്കെ പേരെന്നെ എനിക്കറിയില്ല. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറേ ഡോഗ്സിനെ കാണാം. ഭയങ്കര പീസ്ഫുൾ. ഈവൻ ഇത്ര ക്രൗഡ് ഇവിടെ ഉണ്ട്, എന്നിട്ട് പോലും ലൈക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിങ്, നൈസ്. എനിക്ക് തോന്നുന്നു ക്രൗഡ് ഉള്ളത് തന്നെ ഒരു നൈസ്. മൊത്തം പിള്ളേരും ഇതേ സ്കേറ്റിങ്, ഫുള്ള് സ്കേറ്റിങ് കേട്ടോ. നോക്ക്, പിള്ളേരും പല പല സ്കേറ്റിംഗ് ആണ് കണ്ടാ. അയ്യോ, ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്കൊന്നും അത്ര തോന്നില്ല. ഇതൊക്കെ റെൻറ്റിലെടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ തോന്നില്ല. നോക്കി ഓടിച്ചില്ലെങ്കിൽ തലയും കുത്തി വീഴും. കാരണം എല്ലാവരും റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ തന്നെ പോകും. അതാണ് ആക്ച്വലി. ഇതുപോലത്തെ സ്ഥലങ്ങൾ യൂറോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ യൂറോപ്പ് പോലല്ല, ലാറ്റിൻ അമേരിക്ക ഇസ് ഡിഫറെൻറ്റ്. ഭയങ്കര അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര സംസാരവും, എല്ലാവരും നമ്മളെടുത്ത് സംസാരിക്കും. അങ്ങനെ ഭയങ്കര അടിപൊളിയാണ്. മറ്റത് ലാറ്റിനിൽ അങ്ങനെ ശരിക്കും അലച്ചേ, യൂറോപ്പിൽ അങ്ങനെ അധികം ആരും നമ്മളോട് സംസാരിക്കാനൊന്നും വരില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കും. ഭയങ്കര അടിപൊളിയാണ്. നമ്മളിത് ആ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവഴി നടക്കാം. അടിപൊളിയായിരുന്നല്ലേ? നൈസാണ്. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നമ്മളെ നോക്കി ചിരിക്കും, ഒലാന്നൊക്കെ പറയും. ഈ സ്പാനിഷിലൊല ഹലോ അത് ഇവിടെ തന്നെ സെയിമാ? ഓക്കെ, ഭയങ്കര സിമിലർ ആണ്. ഇവിടെ അവര് കുറെ സ്നാക്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളെ കോണ് അങ്ങനത്തെ ഇങ്ങനെ വഴിയിലൊക്കെ കുറെ 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 കച്ചവടങ്ങളുണ്ട്. കുറെ വെറൈറ്റി സ്മെല്ല്, നല്ല കോണിന്റെ സ്മെല്ല്. നമ്മൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്, സൈക്കിൾ തിരിച്ചു വെച്ചിട്ട്. ഇത് നോക്ക്, നമ്മുടെ മഹാത്മാഗാന്ധിന്റെ സ്റ്റാച്ചു എല്ലാം ഈ ഒരു പാർക്കിൽ നടന്നു വരുന്ന വഴിക്ക് കണ്ടാണ്. പക്ഷെ ഞാൻ ആളോട് ചോദിച്ചപ്പോൾ ആൾക്കും അറിയില്ല. ലൈക്ക് റീസെന്റ് ആണ് ആൾ ഇത് തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് കണ്ടെന്ന്. വേറെ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ വെക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും, അതെന്താണെന്നാണ് അറിയാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. പക്ഷെ വേറെ എന്തെങ്കിലും എഴുതിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റാച്ചു മാത്രം. അതും വേറെ ആരുടെയും സ്റ്റാച്ചുവോ കാര്യങ്ങളോ ഒന്നുമില്ല. സാംപൗലോയിലെ ഒരു അടിപൊളി സ്ട്രീറ്റിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാറ് കുറേ ഇപ്പുറം വന്നിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ പിസ്സ കഴിക്കുന്ന ഒരു സ്ഥലമാണ് സാംപൗലോയിൽ, ബ്രസീലിൽ. പിന്നെ ഇത് ശരിക്കും ബ്രസീലിൻ്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തിനും മിക്സ് കൾച്ചറാണ്. ആൾക്കാരെ കാണാനാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാ കൾച്ചറും അങ്ങനെ തന്നെയാണ്. ഇവിടെ കൂടുതൽ ഇറ്റാലിയൻസ് ഉണ്ട്, അറബിക്കായിട്ടുള്ള ആൾക്കാരുണ്ട്, ഡിഫറെൻറ്റ് സ്ഥലങ്ങളുണ്ട്. പിന്നെ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ജപ്പാനീസ് ഉള്ളത്, അല്ലേ? ജാപ്പനീസ് ആൾക്കാർ ഇവിടെ അല്ലേ കൂടുതൽ? ജപ്പാൻ കഴിഞ്ഞ പുറത്ത് ഏറ്റവും കൂടുതൽ ജാപ്പനീസ് ജീവിക്കുന്നത് സാംപൗലോയിലാണ്. കണ്ടോ, ഭയങ്കര വൈബാണ്. ഇന്ന് സൺഡേ കൂടെ ആയതുകൊണ്ട് എല്ലാവരും പുറത്ത് കുറേ കഫേസും കള്ളൊക്കെ കുടിച്ച് ഇരിക്കുന്ന നൈസ് വൈബാണ്. നോക്ക് ഇവിടെ നോക്ക്, പണ്ടത്തെ ഫോൺ ഇല്ലാത്ത ടൈമിൽ ആകെ മറ്റേ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു സംഭവം അതാണ്, ഫോൺ വിളിച്ച് ഇതാക്കാനുള്ള സിസ്റ്റം അല്ല. അതെല്ലാം ഇപ്പോഴും അവരെടുത്ത് മാറ്റിയിട്ടില്ല.
ബ്രസീലിലെ തന്നെ ഏറ്റവും വലിയ സിറ്റി സാംപോളാണ് കേട്ടോ. ഇവിടെ എന്താ പറയുക, കൂടുതലും ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. വർക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ല, മിക്സ് കൾച്ചറാണ്. അപ്പോൾ എല്ലാ കൺട്രിയിലെ ആൾക്കാരും മിക്സ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും മൊത്തം മിക്സാണ്. സോ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഫുഡ്സാണ് ഓരോ സ്ഥലത്തെ. ഇറ്റാലിയൻ ഫുഡും അറബിക് ഫുഡും അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും നമുക്കിവിടെ. ജാപ്പനീസ് ഫുഡ് എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും, കാരണം ജാപ്പനീസ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കുറേ ഇങ്ങനെ കാണാം. ഇവിടെ എല്ലാവരും ഇങ്ങനെ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഇത് മൊത്തം വൈബാണ്. എല്ലാവരും ഇറങ്ങും. അതും തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ ഈ ഒരു സിറ്റി ഇത്രയും വളർന്നത് ഇവിടെ കോഫി പ്ലാന്റേഷൻസ് കുറേ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവിടെ ഇൻകം. അങ്ങനെയാണ് ഇവിടെ ഗ്രോ ചെയ്തത് ഈ ഒരു സിറ്റി. കണ്ടോ, അവരെല്ലാവരും പുറത്ത് തന്നെ നിൽക്കുന്നത്. പാട്ട് അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെയാണ്. നടുറോട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നതും എല്ലാം. അതും ഈ തണുപ്പായതുകൊണ്ടാണ് കുറച്ച് ആളുകളുള്ളൂ വീക്കെൻഡായിട്ട്. ഇനി തണുപ്പില്ലായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായേനെ. കണ്ടോ ഇവിടെ മൊത്തം പരിപാടി. ഇവിടെ മൊത്തം ആർട്ടാണ്. കണ്ടാ നോക്കിയേ, ഇവിടെയൊക്കെ നോക്കി. ഈ സ്ട്രീറ്റ് കണ്ടാ, ഇവിടെ മൊത്തം പെയിന്റ് അടിച്ചിട്ടാണുള്ളത്. ഫുൾ കളർഫുൾ ആയിട്ടുള്ള പെയിന്റാണ് മൊത്തം ഇവിടെ കാണുന്നത്. ഇവിടെ ഫുൾ കഫേസും ബാറും അത് തന്നെ ഉള്ളൂ. കണ്ടാ അവിടെ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് അവിടെ ഉറക്കെ പറഞ്ഞാലാണ് കേൾക്കുള്ളൂ കേട്ടോ. വേണ്ട, ആക്ച്വലി ഭയങ്കര കുറവാണ് കേട്ടോ ആൾക്കാർ. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര സമ്മറൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ സമ്മർ എന്ന് പറയുന്നത് ഒരു ഡിസംബറിലാണ് ഇവിടുത്തെ സമ്മർ. ഡിസംബർ ജാനുവരി എല്ലാവരുടെയും വിൻ്റർ ഉണ്ടാകുന്ന സമയത്താണ് ഇവിടുത്തെ സമ്മർ കേട്ടോ, സമ്മർ സീസൺ. ഇവിടുത്തെ വണ്ടി വരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്ക്, ഫുള്ള് സ്പ്രേ പെയിന്റ് അടിച്ചിട്ടാണ് ഉള്ളത്. ഇവിടെ കാണുന്ന മൊത്തം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതുവരെ കാണാത്ത സംഭവങ്ങളാണ് എല്ലാം കാണുന്നത്. എല്ലാം നല്ല രസമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതുണ്ടോ, ജസ്റ്റ് ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ളൊരു കവറാണ്. അതിൻ്റെ സാധനങ്ങൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ആർട്ട് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകില്ല അല്ലേ? ആർട്ട് ഇഷ്ടപ്പെടുന്നവർ ബ്രസീൽ വന്നു കഴിഞ്ഞാൽ ടാറ്റു, ആർട്ട്, പിന്നെ ഒരു മോഡേൺ ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി. കാരണം നമുക്ക് യൂറോപ്പിൽ പോയാൽ എപ്പോഴും ഒരു റേസിസവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ അതില്ല. എല്ലാരും ഫ്രണ്ട്ലി, എല്ലാരും. യെസ്, ഒരിക്കലും നമ്മൾ പുറത്തുള്ളതായി തോന്നുന്നു. നമുക്ക് ഇവിടെ ഉള്ള ആ ഒരു, എനിക്ക് തന്നെ ഇപ്പൊ ഒരു ലോക്കൽ ആ ഒരു ഫീലാണുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാം. നമുക്ക് ഇവിടെ കാണുന്ന ചെറിയൊരു ഇത് കണ്ടോ, പാവക്കുഞ്ഞ് വരെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാ. ഇത് നോക്കിക്കേ, വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനം. ജസ്റ്റ് ഓരോ ആർട്ടാണ് അതൊക്കെ. പക്ഷെ എന്ത് രസമായിട്ട് അത് ചെയ്തേക്കുന്നെന്ന് അറിയോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, അടിപൊളിയായിട്ടുണ്ട്. നോക്കി കണ്ടാ, ശരിക്കും നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ കണ്ണ് തട്ടാതെ ഇരിക്കാനൊക്കെ വെക്കൂലേ, അതുപോലത്തെ ഓരോ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടാ, ഓ അതിന്റെ കണ്ണ് കണ്ടോ, കണ്ണ് നോക്ക്. ഓ എന്ത് രസാ, ഡിഫറെന്റ് ആയിട്ടുള്ള. ഇതുണ്ടോ, ഇത് ലൈറ്ററാണാ. ഓ ലൈറ്റർ നോക്കി, സീൻ ലൈറ്റർ, അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും. പക്ഷേ ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ ടൂറിസ്റ്റുകൾ വരുന്നതായതുകൊണ്ട് ഒടുക്കത്തെ റേറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും. എന്ന് വെച്ചാൽ 2000-3000 രൂപയാണ് സാധാ സാധനങ്ങൾക്ക്. അല്ലാണ്ട് എന്താ പറയുക, ഇപ്പം നമ്മളെ നാട്ടിലെ പോലെ ഒരു 300-500 അങ്ങനെയൊന്നുമല്ല റേറ്റ്. കാരണം മോസ്റ്റ്ലി ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷെ അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസായിട്ടുള്ള സ്ട്രീറ്റ്, എന്തൊരു വെറൈറ്റി സാധനങ്ങളാണെന്നറിയോ. അതാണ് വാവ്. നോക്കി കണ്ട ഓരോ കല്ലുകൾ കണ്ട, ആ കല്ലുകൾ കാണാൻ തന്നെ എന്ത് നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രസീൽ സോ ഫാർ സോ ഗുഡ് ആണ്. എക്സ്ക്യൂസ് മീ, കണ്ട വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകള്. വാവ്, എന്ത് രസാണ് എല്ലാം. കുറെ ടാറ്റു സംഭവങ്ങള് അതൊക്കെയാണ് കാണുന്നത്. ഇതെന്തൊക്കെയോ ആർട്ടാണ് കേട്ടോ കാണുന്നത്.
എന്തൊക്കെയാന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, ഫ്ലൂറസെന്റ് ലൈറ്റ് ആണ്, അതായത് രാത്രി എല്ലാം കത്തും. വാവ് ഓക്കെ, വാവ് സ്റ്റിക്കറാണ്. ഓക്കെ, ഇപ്പൊ റൂമിലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാല് രാത്രി ഫുൾ അത് തിളങ്ങും. ഓ നൈസ്, കണ്ടാ എല്ലാം അതായത് ഫ്ലൂറസെന്റ് ആ കളർ ഉള്ളതുകൊണ്ട് അതെല്ലാം തിളങ്ങും. ഓക്കെ നൈസ് നൈസ്, ഓക്കെ അടിപൊളി. ഇത് കൂടെ നടക്കുമ്പോ തന്നെ നല്ല അടിപൊളി ഫീലാണ്. ഈ ലൈറ്റിംഗ് ആണെങ്കിലും നോക്കി ഓരോ സംഭവങ്ങൾ കണ്ട അടിപൊളി, ചിത്രങ്ങളാണെങ്കിലും ഇതേ പഴയ കാസറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. വീടൊക്കെയാണ് റോൾ ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കി പഴയ ടൈപ്പ് കാസറ്റുകൾ. ഇതില് ഫേസ് നോക്കുമ്പില്ലേ നമ്മളിങ്ങനെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ നിക്കല്, കണ്ട നമ്മുടെ മുഖം കറക്റ്റ് ഫിറ്റ് ആയിട്ട് വരുന്ന പോലെ തോന്നുന്നു നമുക്ക്. എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട്, കാണുന്ന എല്ലാ സാധനവും. പക്ഷെ അത്ര അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതാണ് സൂപ്പർമാനായി കണ്ടായി. നമുക്ക് എന്ത് കണ്ടാലും മേടിക്കാൻ തോന്നുന്നുണ്ട്. ഇത് നോക്കി എത്ര വെറൈറ്റിയാ, ഓരോ വെറൈറ്റി സാധനങ്ങളാണ് ഇവർ കൊടുന്ന് വെക്കുന്നത്. അതാണ്, അതുകൊണ്ട് നമുക്ക് ഓരോന്ന് കാണുമ്പോൾ മേടിക്കാനായിട്ട് തോന്നും. എസ്പെഷ്യലി എനിക്കിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളോട് എനിക്ക് ഭയങ്കര അട്രാക്ഷനാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടില്ല എല്ലാം, ഡ്രസ്സാണെങ്കിലും എന്ത് സാധനം നോക്കുവാണെങ്കിലും നൈസാണേ. ഇതുണ്ടോ ഈ ആർട്ട് കണ്ടോ, വോമിറ്റ് ചെയ്യുന്നയാ, വോമിറ്റ് ചെയ്യുന്നത് ലവ്വാ വോമിറ്റ് ചെയ്യുന്നേ. ഇവിടുത്തെ ഡ്രസ്സുകൾ കണ്ടോ നോക്കി, എന്ത് കളർഫുള്ളാ. നല്ല ഒടുക്കത്തെ റേറ്റ്, അതാ ഞാൻ മേടിക്കാത്ത. പക്ഷെ എന്തെങ്കിലും മാനിക്ക് കൊണ്ട് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ചീപ്പസ്റ്റ് ആയിട്ട് ഏതെങ്കിലും മാർക്കറ്റ് ഉണ്ടാവും, അപ്പം ആ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് മേടിക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഹായ് കൊന്തോ എത്ര 70 എത്രയാണ് അവര് പറയുന്നത് കേട്ടാ. ഞാന് സ്പാനിഷ് ഒക്കെ എന്റെ പൊടി തട്ടി എടുക്കുന്ന ഒരു ടൈമാണ്. ഒബ്രിഗാദാ കണ്ടാ നോക്കിയേ, വാവ് ഇതൊക്കെ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ പക്ഷെ ഇവര് തന്നെയാണ് ലൈക്ക് ഇവരെ കൈ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ഇത് എന്റെ ഏരിയ ആണ്, ബന്ധാനേന്റെ ഏരിയ ആണ് കേട്ടോ. നോക്ക് ബന്ധാന ചിലതിനൊക്കെ കൊടുക്കത്ത റേറ്റ് ആണ്, ചിലതിന് റേറ്റ് കണ്ടോ 35 ഇതുണ്ട്. ഒരു റിയാല്, ഈ ബ്രസീലിയൻ റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടിലെ ഏകദേശം 19-20 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സാക്കി ഇടാന്നും പല രീതിയിൽ ഇടാന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഈ കാണുന്നതാണ് ജാപ്പനീസ് സ്ട്രീറ്റ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ വേറെ ഒരു എന്താ പറയാ ഔട്ട്ലുക്ക് മൊത്തം മാറി, ലൈറ്റിങ് മാറി. ഇപ്പൊ നമ്മൾ ചൈനീസ് സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ അവര് റെഡ് ലൈറ്റ് ഇട്ടുള്ളൊരു സംഭവം ഉണ്ടാവില്ല, അതുപോലെ ഇവിടെ ഇപ്പൊ കടകളൊക്കെ ഷോപ്പെല്ലാം സൺഡേ ആയിട്ടെല്ലാം ക്ലോസ്ഡ് ആണ്. ഇവൻ ആൾക്കാരെ കാണുന്നതും ജാപ്പനീസ് ആൾക്കാരാന്ന് തോന്നുന്നു കൂടുതലും നടക്കുന്നൊക്കെ. കണ്ട ലൈറ്റിംഗ് ഒക്കെ വെച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ ജാപ്പനീസ് ഫുഡ്സ് എല്ലാം കിട്ടുന്നല്ലേ. കാരണം കടകളുടെ പേര് നോക്കി, ജാപ്പനീസിലൊക്കെ എഴുതിയേക്കുന്നത്. വാവ് എഴുതി വെച്ചേക്കുന്നേ അങ്ങനെ തന്നെയാ. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. ജാപ്പനീസ് ഫുഡ്സ് ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാൻ ജപ്പാനിൽ പോയിട്ടില്ല കേട്ടോ, എന്റെ അവസാന രാജ്യമായിട്ട് പോവാൻ വെച്ചേക്കാണ് ഞാൻ ജപ്പാൻ. അതാണ് എഴുതിയത് വരെ. ഈ ഫുഡ് ട്രക്കില്ലേ, ഫുഡ് ട്രക്കിൽ തിരിച്ച് റൂമിലേക്ക് പോവാണ്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.